النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أوصل قبل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ ഭാര്യ സന്താനങ്ങളിലും ഉള്ള എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു നമുക്ക് മാഫ് ചെയ്തു തരുമാറാവട്ടെ. പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ വിശദീകരിച്ചു വരുന്നത് സൂറത്തുൽ ഖലം. ഈ സൂറത്തിലെ ആദ്യത്തെ 9 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. 10
മുതലുള്ള ആയത്തുകൾ 16 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ചരിത്രത്തിലെ ഒരു മഹാധിക്കാരി അള്ളാഹുവിന്റെ തിരുദൂതർക്കും പരിശുദ്ധ ഖുർആനിനുമെതിരെ വല്ലാതെ കളിച്ച, തനിക്കൊരുപാട് സമ്പത്തും അതുപോലെ ഒരുപാട് സന്താനങ്ങളും ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു മഹാധിക്കാരം കാണിച്ച ക്രൂരനായ വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിവച്ച ആയത്തുകൾ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങൾ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ആ ശത്രുവിന് ഉണ്ടായിരുന്നതുമായ ആ സ്വഭാവങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഇന്ന് നമ്മൾ ഓതിവച്ച ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തിവെച്ചാലും ഒരു കാരണവശാലും അവർക്ക് വഴിപ്പെട്ട് കൊടുക്കരുത്, അവർ പറയുന്നതിനെ അനുസരിക്കരുത്, അവർക്ക് വേണ്ടി നമ്മുടെ ആദർശം ഒരൽപ്പം പോലും വിട്ടുവീഴ്ച ചെയ്യരുത്, കളയരുത് എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഓതിവച്ച ആയത്ത്. ഞാൻ അർത്ഥമൊക്കെ എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. വലാ തുതിഉ, നബിയെ താങ്കൾ ഒരിക്കലും വഴിപ്പെടരുത്. കുല്ല ഹല്ലാഫിൻ മഹീൻ, അമിതമായി സത്യം ചെയ്യുന്ന ഒരുത്തനെ താങ്കൾ വഴിപ്പെടരുത്. നീചനായ ഒരുത്തനും താങ്കൾ വഴിപ്പെടാൻ പാടില്ല. കുത്തവാക്ക് പറയുന്ന ഒരുത്തനെ താങ്കൾ വഴിപ്പെടാൻ പാടില്ല. മശാഇൻ ബിനമീം, ഏഷണിയുമായി നടക്കുന്ന ഒരുത്തനും താങ്കൾ വഴിപ്പെടാൻ പാടില്ല. മന്നാഇൻ ലിൽ ഖൈർ, നന്മക്ക് തടസ്സം നിൽക്കുന്ന ഒരുത്തനും താങ്കൾ വഴിപ്പെടരുത്. അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ഒരുത്തന് താങ്കൾ വഴിപ്പെടരുത്. മുഅ്തദിൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരുത്തനും താങ്കൾ വഴിപ്പെടരുത്. അഫീം, മഹാവൃത്തികേട് ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ഒരുത്തനും താങ്കൾ വഴിപ്പെടരുത്. മഹാക്രൂരത കാണിക്കുന്ന ഒരുത്തനും താങ്കൾ വഴിപ്പെടരുത്. അതിനൊക്കെ ശേഷം അവൻ ജാരസന്താനമാണ്, അങ്ങനെയുള്ള ഒരുത്തനും താങ്കൾ വഴിപ്പെടാൻ പാടില്ല. സ്വത്തും സന്താനങ്ങളും ഉണ്ടായതിനാലാണ് അവൻ അധികാരിയായത്. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, നമ്മുടെ വചനങ്ങളെ അവന്റെ മേലിൽ ഓതി കേൾപ്പിച്ചാൽ അവൻ പറയും, ഇത് പൂർവീകരുടെ കെട്ടുകഥയാകുന്നു, ഇത് മുൻഗാമികളുടെ കെട്ടുകഥയാകുന്നു എന്നവൻ പറയും. സനസിമുഹു അലൽ ഖുർതൂം, അവന്റെ തുമ്പിക്കൈക്ക് നാം അടയാളം വെക്കുന്നതാകുന്നു. ഇതാണ് നമ്മൾ ഓതിവച്ച ആയത്തുകളെ നേർക്കുനേരുള്ള അർത്ഥം. ഇവിടെ ആദ്യം അല്ലാഹു തആല പറയുന്നത് വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ, നീചനായ അമിതമായി സത്യം ചെയ്യുന്ന ഒരുത്തനെയും നബിയെ താങ്കൾ പിന്തുടരരുത്, അവർക്കൊരിക്കലും വഴിപ്പെടാൻ പാടില്ല. ഈ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ആളെ പറ്റി അവതരിച്ചതാണത്. അയാളുടെ പേര് ഇവിടെ പറയുന്നില്ല, പക്ഷെ ഇവിടെ എടുത്തുദ്ധരിക്കുന്ന അയാളുടെ സ്വഭാവങ്ങളാണ്. രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഞങ്ങളാണ് പ്രവാചകൻ ആകേണ്ടിയിരുന്നത് എന്ന് വാദിച്ചിരുന്നത്. ഒന്ന് അബൂജഹലാണ്, രണ്ടാമത്തെ വലീദ് ബിൻ മുഗീറ.
അബൂജഹൽ ആ കാലഘട്ടത്തിലെ വലിയ പ്രമാണിയാണ്, മക്കയിലെ നേതാവ് അവന്. മക്ക മുതൽ ത്വായിഫ് വരെ ഒരുപാട് ഭൂമിയുടെ ഉടമയായിരുന്നു വലീദ് ബിൻ മുഗീറ. അബൂജഹൽ എന്നെ ഇടക്കിടക്ക് പറയും, പ്രവാചകൻ ആകേണ്ടിയിരുന്നത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വലീദ്. ഞങ്ങളാണല്ലോ പ്രവാചകനാകേണ്ടത്, ഇയാൾക്ക് എന്താ ഉള്ളത്? ഭൗതികമായിട്ട് ഇയാൾക്കൊന്നുമില്ല, പിന്നെ ഇയാൾ എങ്ങനെ പ്രവാചകനാകുന്നത്? ഇതായിരുന്നു അവരുടെ നിലപാടതായിരുന്നു. വലീദ് ബിൻ മുഗീറ, അബൂജഹലിനെ പറ്റി വേറെ ചില ഭാഗങ്ങളിലൊക്കെ പരാമർശം നടത്തും. ഇവിടെ വലീദ് ബിൻ മുഗീറയുടെ സ്വഭാവമാണ്, ഇവൻ അള്ളാന്റെ തിരുദൂതരെ കീഴടക്കാൻ വേണ്ടി ഒട്ടേറെ തവണ വന്നതാണ്. അതായത് പ്രലോഭനം നൽകിയിട്ട് നബിയെ വശത്താക്കാൻ. ഒരിക്കൽ വന്നിട്ട്, താങ്കൾ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ താങ്കൾക്ക് തരാം, അധികാരം തരാം, താങ്കൾ ആവശ്യപ്പെടുന്ന സമ്പത്ത് തരാം, പക്ഷെ ഒരൊറ്റ ഡിമാൻഡ്, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ പ്രബോധനം ചെയ്യാൻ പാടില്ല. അത്തരം ഒരു ഘട്ടത്തിൽ ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ സുപ്രധാനമായ ഒരു ഭാഗം അള്ളാന്റെ തിരുദൂതർ വലീദ് ബിൻ മുഗീറയുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ഫുസ്സിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗം. ഇയാൾ ഒരുപാട് നബിയോട് പറഞ്ഞു, അള്ളാന്റെ തിരുദൂതർ അയാൾക്ക് ഓതി കേൾപ്പിച്ചു ഫുസ്സിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗം. അതിലെ 13-ാമത്തെ വചനം അവൻ കേട്ടതോടുകൂടെ ഖുർആൻ സത്യമാണെന്ന് അവനക്ക് ബോധ്യപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ അവസാനമായി അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചത്, അതായത് അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്, ആ ഭാഗമാണ് അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അതോടുകൂടെ അദ്ദേഹം പറഞ്ഞു ഖുർആൻ സത്യമാണ്. പക്ഷെ അബൂജഹലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭൗതിക താല്പര്യങ്ങൾ മുന്നിൽ കണ്ട് അദ്ദേഹം ഖുർആൻ സത്യമല്ല എന്ന് പറഞ്ഞു. മുദ്ദസ്സിർ സൂറത്തിൽ ഇവനെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്, അവൻ നരകത്തിലാണ്, പേര് പറയുന്നില്ല എന്നുള്ളത്. സഉസ്ലീഹി സഖർ എന്ന് പറയുന്നത്, ഞാൻ അവനെ സഖറിൽ കടത്തും. ആ ആളെ പറ്റി ഇവിടെയും പറയുന്നു. അവന്റെ ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, വേണ്ടതിനും വേണ്ടാത്തതിനും സത്യം ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ വിശദീകരണം ഒരുപാടുണ്ട് സഹോദര, നമ്മളും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. മുഅ്മിനീങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഈ പ്രവണത നമുക്ക് കാണാൻ കഴിയും. ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, നല്ല കാര്യത്തിന് മാത്രം. ഒരാള് ഒരു തെറ്റായ കാര്യത്തിന്, ഒരു കളവ്, സഹോദര, അതിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ഒരാൾ സത്യം ചെയ്യുന്നൊരവസ്ഥ വന്നാൽ അത് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും. അമിതമായി സത്യം ചെയ്യൽ അവിശ്വാസികളുടെ അടയാളം. തൊട്ടതിനൊക്കെ സത്യം ചെയ്യാ. വല്ലാഹി ഇവിടെ വലീദിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ, ഒരൊറ്റ അമിതമായി സത്യം ചെയ്യുന്ന ഒരുത്തനെയും താങ്കൾ പിന്തുടരരുത്. അത് ഇവന്റെ സ്വഭാവമാണ്. നീ ആ നിലപാട് ആര് സ്വീകരിച്ചോ ഒരിക്കലും അവരെ പിന്തുടരാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി എന്തിനു തയ്യാറാകും. കക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു സത്യം ചെയ്യാൻ വല്ല പണിയുണ്ടാവും. കളവേതാലും തെറ്റ്, ഇനി അതിന്റെ പുറമെ ഇപ്പോ വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? അങ്ങനെ സത്യത്തിന് വെച്ചാൽ ചില ആളുകൾ ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരല്പം പേടിയുണ്ടെങ്കിൽ പിന്മാറും. അതുകൊണ്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയതുപോലെ ചെയ്യരുത്. ഖാലിയുടെ അരികെ വെച്ചാകണം ഒരു പ്രശ്നത്തിന് സത്യം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാം. പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ പെട്ടെന്ന് ചെയ്യിപ്പിക്കരുത്. വെള്ളിയാഴ്ച ആകണം. ഏറ്റവും നല്ലത് അസറിന്റെ ശേഷമാണ്. അങ്ങനെ പള്ളിയിലേക്ക് അസറിന്റെ ശേഷം വെള്ളിയാഴ്ച എത്തിച്ചു കഴിഞ്ഞാൽ അവനോട് പറയണം, മോനെ, വെറുതെ സത്യം ചെയ്താല്, കളവിന്റെ മേൽ സത്യം ചെയ്താൽ താൽക്കാലികമായ രക്ഷക്കാണെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്തി മിഹ്റാബിന്റെ അരികെ കൊണ്ട് ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അവനെ ഇരുത്തിയതിന്റെ ശേഷം ഒന്നുകൂടി ഉപദേശിക്കണം. ഒരു കളവിന്റെ മേൽ സത്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതെ ലാസ്റ്റെങ്കിലും പിന്മാറാൻ വേണ്ടി. എന്നിട്ടും യാതൊരു കുലുക്കൂല്ല. ആയോ, ഞാൻ ചെയ്യാൻ റെഡിയാ, ഓർ റെഡി ആയിട്ടിരിക്കാം. എന്നാ പിന്നെ ലാസ്റ്റ് ഒരു മുസ്ഹഫ് അവന്റെ കയ്യിൽ കൊടുക്കുക, ഖുർആൻ. ഇനി ഒരു ശതമാനെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ ഒരു കളവിന്റെ മേലും സത്യം ചെയ്യൂല. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ് സത്യം ചെയ്യിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞു, മൻ യഖ്തതഅ ഹഖ്ഖ ഇംരിഇൻ മുസ്ലിമിൻ ബിയമീനിഹി,
ഒരാള് സത്യം ചെയ്തുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു വസ്തു ഒരാള് കട്ടെടുത്തു, സ്ഥിരപ്പെടുത്തി അവൻ അതിൻ്റെതാണ് വല്ലാഹി. അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞത് ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അള്ളാഹു അവന്റെ മേൽ നരകത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. അന്യന്റെ മുതല് അത് തന്റേതാണ് എന്ന് പറഞ്ഞ് ഒരാൾ സത്യം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവന്റെ മേലിൽ നരകം നിർബന്ധമായി. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാവുകയും ചെയ്തിരിക്കുന്നു. സ്വർഗം നിഷിദ്ധമായി എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കിടക്കൂല, നരകം അവനിക്ക് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടോ നരകത്തിൽ കിടക്കും. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്തിനൊക്കെ ഒരു അത്ഭുതം. അങ്ങനെ ഇപ്പോ ഒരാളെ മുതല് സത്യം ചെയ്ത് എടുത്താൽ നരകം നിർബന്ധമാകണമെങ്കിൽ അത് വലിയ മുതൽ എടുക്കേണ്ടി വരും. ഒരു ആനയെ, അതല്ലെങ്കിൽ വലപിടിപ്പുള്ള വസ്തുക്കളെ. സ്വഹാബത്ത് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ വളരെ ചെറിയ വസ്തു എടുത്താലും അതേ ശിക്ഷയുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വഇൻ കാന ഖലീബൻ മിൻ അറാഖ്, ഒരു അറാഖിന്റെ കഷ്ണം എടുത്താലും അങ്ങനെ തന്നെയാണ് വിധി. അറാഖിന്റെ കഷ്ണം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു ടൂത്ത് ബ്രഷിന്റെ വില. സഹോദര, ഒരാൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറാഖിന്റെ മരക്കഷ്ണം അത് വല്ലാഹി എന്റേതാണ് എന്ന് പറഞ്ഞ് ഒരാൾ എടുത്താലും അള്ളാന്റെ റസൂല് പറഞ്ഞത് ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അവനിക്ക് അല്ലാഹു നരകം നിർബന്ധമാക്കി. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്തു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവും. അറാഖിന്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ തീരെ മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ് സഹോദര. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അധികം കൊണ്ടുവരുന്ന ആളുകളും എന്താ ചെയ്യാറ്? ഹജ്ജിനോ ഉംറക്കൊക്കെ പോയാൽ അറാഖിന്റെ കുറച്ച് കഷ്ണങ്ങളും കൊണ്ടുവരും, പിന്നെ കുറച്ച് തസ്ബീഹ്മാനെയും കൊണ്ടുവരും. അതൊക്കെ മദ്രസിലെ ഉസ്താദുമാർക്ക് കൊടുത്തേക്കും. സാധാരണ അങ്ങനെ ഉണ്ടാവാറ്. ഒരു അറാഖിന്റെ കഷ്ണവും ഒരു തസ്ബീഹ്മാനെയും കൊടുത്തേക്കും. അതായത് വേണ്ടാത്തതൊക്കെ കൊടുത്തേക്കും നടത്തും. അവർക്ക് വേണ്ടാത്തൊക്കെ അത്രയൊക്കെ കൊണ്ടുവന്ന് നല്ല ലൈറ്റ് മണമുള്ള അതൊക്കെ അവിടെ വെക്കും. ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്താണെങ്കിൽ ദണ്ഡസ്ഥാനം എടുത്തോണ്ട്. അങ്ങനെ ചില മദ്രസകളിലൊക്കെ ചെന്നാൽ ഓഫീസ് റൂമിൽ ചെന്നാൽ കാണാൻ മേശപ്പുറത്ത് ഇങ്ങനെ ഈ പിന്നെ മരത്തിന്റെ കേന്ദ്രത്തിൽ പോയ പോലെ, മില്ലിൽ പോയ പോലെ നിറയെ അട്ടിക്കുണ്ട്. അതൊക്കെ കുട്ടികൾ കൊടുന്നെടുത്താണ്. ജിതസ്ബിയല്ലോ തന്റെ സ്ഥാനം എടുത്തോണ്ട് വെറുതെ അവിടെ ഇട്ടിട്ട് കാര്യമില്ല. സാധാരണ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. ആവട്ടെ, ഒരു അറാഖിന്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യാത്തൊരു സാധനം. ഒരാൾ തേക്കുന്ന ബ്രഷ് ആരെങ്കിലും മൈൻഡ് ചെയ്യും? ഇപ്പൊ ചില പള്ളികളിലൊക്കെ പോയാൽ കാണാം ഈ ഹൗലിന്റെ ഭാഗത്തൊക്കെ നിറയെ ബ്രഷ്. ഒതുർക്കാൻ തോന്നുന്നു പിന്നെ അവിടെ ഇല്ല. അതൊരു മോശമാണ്, വെക്കാൻ പാടില്ല. അതൊക്കെ പെട്ടെന്ന് ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാത്തെടുത്ത് വെക്കണം. അതൊക്കെ ഒരു വൃത്തിയില്ലാത്തതിന്റെ അടയാളമാണ്. ചില പള്ളികളുടെയൊക്കെ രണ്ടാമത്തെ നിലയിൽ പോയാൽ സുബ്ഹാനല്ലാഹ് ആകെ ചളി പിടിച്ച് ചിലന്തി വലകൾ നിറഞ്ഞ് ഒരു വൃത്തി ഉണ്ടാവില്ല. അടിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തടസ്സം ഉണ്ടായതുകൊണ്ടായിരിക്കും പള്ളിയുടെ മുകളിലേക്ക് നിസ്കരിക്കാൻ കയറുക. അന്തം മുട്ടോ തീരെ വൃത്തിയില്ലാത്ത അവസ്ഥ. ആവട്ടെ, സാധാരണഗതിയിൽ ഒരാൾ തേക്കുന്ന ബ്രഷ് അത് പൊതുവെ ആരും ഇഷ്ടപ്പെടാത്തതാണ്. എങ്കിൽ സഹോദര, അങ്ങനെയുള്ള ഒന്ന് കട്ടെടുത്താൽ പോലും അത് എന്റേതാണ് വല്ലാഹി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യം. അപ്പൊ പിന്നെ വലിയ വസ്തുക്കൾ എടുത്താലുള്ള അവസ്ഥ ആലോചിച്ചു. അപ്പൊ സത്യം ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിഴച്ചാൽ വേണ്ടാത്തതിനാണെങ്കിൽ വിവരം, വേണ്ടതിനെ വളരെ അപൂർവമായിട്ട് ചെയ്യാൻ പാടില്ല. വേറെ ഒരു വഴിയില്ലെങ്കിൽ അറബികൾക്കൊരു സ്വഭാവം ഉണ്ട്, അനങ്ങ്യ വല്ലാഹി വല്ലാഹി അനങ്ങ്യ പറയാ അവർ വല്ലാഹി. അതവരുടെ സ്വഭാവമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. വലിയതിന്റെ സ്വഭാവമാണ്. ഫലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ, അമിതമായി സത്യം ചെയ്യുന്ന ഒരുത്തനെ അവനിക്ക് ഒരിക്കലും നബിയെ അങ്ങനെയുള്ള ഒരുത്തനും താങ്കൾ വഴിപ്പെടരുത്. എന്നോട് നിങ്ങളോടുള്ള കൽപ്പന. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കണ്ട. അപ്പോ ആ ഒരു നിലപാട് നമുക്ക് പാടില്ല. അമിതമായി സത്യം ചെയ്യാൻ പാടില്ല.
ഇനി നമ്മുടെ നാവിൽ നിന്ന് വളരെ വേഗത്തിൽ വരുന്നൊരു സംഗതിയാണ്. അതുപോലെ തന്നെയാണ് ചില ശാപവാക്കുകൾ അതുപോലെ വരരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നല്ല പനിയുള്ള ടൈമാണ് അല്ലെ, ഇപ്പൊ നല്ല പനിയുള്ള ടൈമാണ്, എല്ലായിടത്തും പനിയാണ്. എന്നാലും നമ്മൾ പനിയെ പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു കാറ്റും മഴയും വന്നാൽ, ഒരു ഇടിമിന്നൽ വന്നാൽ ചിലപ്പോൾ അതിനെ പഠിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഒന്നും വേണ്ട, ഒരു കോഴി നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോഴിനെ പഠിക്കുന്ന അവസ്ഥ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൊക്കെ നമ്മുടെ നാവിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലാണ്. ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു രോഗമാണ് കോളറ. സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് രചിക്കാൻ തന്നെ കാരണം ഈ മാരകമായ രോഗത്തിന് ഒരു പ്രതിവിധിയായിട്ടാണ്. ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ആ രോഗത്തെ ഇവിടെ പടിയിറക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ മദ്ഹ് ചെയ്ത് പദ്യവും ഗദ്യവും സമ്മിശ്രമാക്കി മങ്കൂസ് മൗലിദ് രചിച്ചത്. അന്ന് ഒരു മുസ്ലിം വീടിന് അടുത്തുള്ള ഒരു അമുസ്ലിം വീട്ടിലെ ആളുകൾക്ക് വരെ മങ്കൂസ് മൗലിദിലെ വരികളും അതുപോലെ തന്നെ ജവാബുകളും കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എല്ലാ വീട്ടിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യണം. അന്ന് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാത്ത ഒരു വീട് എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു അത്ഭുതമായിരുന്നു. ഇന്ന് ഓതിയാൽ ചിലപ്പോൾ അത്ഭുതം. എല്ലാവരും ഓതേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. എന്തായിരുന്നാലും സഹോദര, അള്ളാഹു നമ്മളെ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അഥവാ ഇപ്പൊ പനിയുടെ സമയമാണ്, എല്ലാ വീട്ടിലും ഇങ്ങനെ പനി ഇങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഇങ്ങനെ തുടങ്ങി ഒരു റൗണ്ട് എല്ലാവർക്കും എത്തിപ്പോവാൻ. എന്നാലും ഒരിക്കലും നമ്മൾ അതിനെ പഴിക്കാൻ പാടില്ല എന്നല്ല. ഒരിക്കൽ അള്ളാന്റെ തിരുദൂതർ ഒരു പെണ്ണ് വല്ലാതെ അസ്വസ്ഥയാകുന്നത് കണ്ടപ്പോൾ നബി ചോദിച്ചു എന്താണ്? ആ പെണ്ണ് പറഞ്ഞു വല്ലാത്ത പനി. എന്നിട്ട് അവർ വേണ്ടാത്തൊരു വാക്ക് ഉപയോഗിച്ചു, അതായത് ആ പനിയെ ശപിച്ചു പഴിച്ചു. അള്ളാന്റെ തിരുദൂതർ ഉടനെ തന്നെ പറഞ്ഞത് ലാ തസുബ്ബിൽ ഹുമ്മാ, പെണ്ണെ നീ ഒരിക്കലും ഈ പനിയെ പഴിക്കാൻ പാടില്ല, പനിയെ ചീത്ത പറയാൻ പാടില്ല. എന്താ കാരണം? ഫഇന്നഹാ തുദ്ഹിബു ഖത്വായാ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. പനി എന്ന് പറയുന്നത് ആദം സന്തതികളുടെ ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. ഏതുപോലെ? കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പിന്റെ കീടങ്ങളെ ഉല ഇല്ലാതെയാക്കുന്നത് പോലെ. കൊല്ലന്റെ ആലയിൽ പോയാൽ അദ്ദേഹം ഇരുമ്പ്, പഴയ ഇരുമ്പൊക്കെ കത്തി അല്ലെങ്കിൽ മണ്ണ് വെട്ടി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പഴയതൊക്കെ കൊണ്ടുവന്ന് ആ തീയിലിട്ടിട്ട് അത് ലെവലാക്കും. അപ്പൊ ആ ഇരുമ്പിന്റെ കീടങ്ങളെ അഗ്നി ഇല്ലാതെയാക്കും. ഇതേ രൂപത്തിൽ ചൂടാണത്. സഹോദര, കടുകടുത്ത ഇരുമ്പിനെ ശുദ്ധിയാക്കുന്നത് അഗ്നിയാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ നമ്മുടെ പനി ഇല്ലാതെയാക്കും. അപ്പൊ നമ്മള് ഈമാൻ കൂടിയാൽ ചിലപ്പോ പനി വന്നാലും തിരക്കടില്ല. അങ്ങനെയെങ്കിലും എന്റെ ദോഷങ്ങൾ പൊറുക്കുമല്ലോ എന്ന് ചിന്തിക്കും. അത് പാടില്ല. പനി വരട്ടെ എന്ന് പറയരുത്. വന്നാ പനി ഏതാനും വന്നാ അവിടെ കട്ടെ, ഡോക്ടറെ അടുത്ത് പോകരുത്, അങ്ങനെയില്ല. ഈ പനി മാറാതിരിക്കട്ടെ അങ്ങനെ ദ്വാരക്കാനും പാടില്ല. കുറച്ചും കൂടി വൈകട്ടെ, അങ്ങനെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടെ, ഞാൻ നല്ലോണം കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്, അങ്ങനെയൊന്നുമില്ല. എന്നാ അഥവാ പനി വന്നാലോ, ഞാൻ സുബഹിക്ക് ജമാഅത്തിന് പോയിട്ടും ഖുർആന്റെ സദസ്സിൽ ഇരുന്നിട്ടും റബ്ബേ എനിക്കാണല്ലോ പനി വന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ സത്യം അമിതമായി ചെയ്യുന്ന പ്രശ്നമുള്ളത് പോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ വല്ലതും വന്നാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ പറയും. അത് പറയരുത്. പനി ഓവറായ പിച്ചും വയും പറയലുണ്ട്, അതിൽ പെടില്ല. കാരണം ബോധമില്ലാതെ പറയണം. ചെറിയ കുട്ടികൾക്കൊക്കെ പനിയായ ചിലപ്പോൾ ഭയങ്കര വർത്താനായിരിക്കും. ഉള്ളിക്ക് പനി ഉണ്ടെന്നുള്ളതിന്റെ അടയാളം തന്നെ ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ പതിവിൽ കവിഞ്ഞ് ഭയങ്കര വർത്താനം ഉണ്ടാവും. നല്ല സാഹിത്യത്തിൽ സംസാരിക്കും, വലിയ പോയിന്റുകളൊക്കെ അടിക്കും. ചിലപ്പോൾ വാപ്പനോട് ചോദിക്കും ലീവ് കഴിഞ്ഞ് നിങ്ങൾ എന്നാ പോവാന്നൊക്കെ ചോദിക്കും. വളരെ ഷോട്ട പയ്യനായിരിക്കും. പക്ഷെ എന്നാലും ചിലപ്പോൾ എന്താ അത് ഈ പനി ഓവറായിട്ടാ, അല്ലാത്ത കുട്ടികളും പറയും. എന്തായിരുന്നാലും സഹോദര, പനി എന്ന് പറയുന്നത് നമ്മുടെ ദോഷങ്ങളെ പുറത്തു കളയാനുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ് കാറ്റ് നന്നായിട്ട് നടിച്ചാൽ പണ്ടാറടക്കുന്ന കാറ്റ് എന്നൊക്കെ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത് കാറ്റെന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്.
തഅ്തി ബിർറഹ്മ, ചിലപ്പോൾ കാറ്റ് റഹ്മത്തിനെ കൊണ്ടുവരും. വതഅ്തി ബിൽ അദാബ്, ചിലപ്പോൾ ശിക്ഷയെ കൊണ്ടുവരുന്നതാണ്. കാറ്റ് റഹ്മത്ത് കൊണ്ടുവരും, കാറ്റ് ശിക്ഷയെയും കൊണ്ടുവരും. ശരിയാണ്. മേഘക്കൂട്ടങ്ങളെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ കാറ്റാണല്ലോ. ഇപ്പൊ 2 ദിവസം കനത്ത മഴ ഉണ്ടാവുന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് വന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ഉള്ളത് പോകുന്നു. കാര്യമായിട്ടൊന്നും പെയ്തില്ല, അന്നേരം മിന്നാന്നുമായിട്ട്. സഹോദര, മേഘങ്ങളെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ കാറ്റാണ്. അത് വലിയ അനുഗ്രഹങ്ങളാണ്. മേഘങ്ങൾ അങ്ങനെ ഇളക്കി വിടും. അങ്ങനെ നമ്മുടെ ഏരിയയിൽ അത് മഴയായിട്ട് വർഷിക്കും. അപ്പൊ കാറ്റ് അനുഗ്രഹമാണ്. അല്ലെങ്കിലും സഹോദര, നമുക്ക് ശരീരത്തിനും അല്പം കാറ്റ് ആവശ്യമുള്ളൂ. അത് വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ റൂമുകളൊക്കെ ശീതീകരിക്കുന്നത്. റഹ്മത്താണ് കാറ്റ്. എന്നാൽ അതേ സമയത്ത് ഓവറായാലോ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് ശിക്ഷയെ കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ ശിക്ഷയെ കൊണ്ടുവരും. കൊടുങ്കാറ്റ് വരും. അതിശക്തമായ കാറ്റടിച്ചാല് ആകെ എല്ലാം തകർന്നു പോകും. നമുക്കൊന്നും അങ്ങനെ വലിയ കാറ്റുകൾ വന്നിട്ടില്ല. 8 ദിവസം നീണ്ടു നിന്ന കൊടുങ്കാറ്റ് ആദ് സമൂഹത്തിന് അള്ളാഹു നൽകിയതുപോലെ എന്ന് ഖുർആൻ പറഞ്ഞ ആ കാറ്റ്, ഇരമ്പിയടിക്കുന്ന ഉഗ്രമായ കാറ്റ്, അതും കാറ്റ് തന്നെ. എന്തായിരുന്നാലും അല്ലാഹു റസൂല് പറഞ്ഞത് ഫഇദാ റഅയ്തുമൂഹാ, നിങ്ങൾ ആ കാറ്റിനെ കണ്ടാൽ, അതായത് കാറ്റ് അനുഭവപ്പെട്ടാൽ, ഫലാ തസുബ്ബൂഹാ, നിങ്ങൾ ഒരിക്കലും അതിനെ ചീത്ത പറയരുത്, പഠിക്കരുത്. കാറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ എന്തൊരു കാറ്റാത്, അങ്ങനെ പറയരുത്. വസലുല്ലാഹ ഖൈറഹാ, അല്ലാഹുവിനോട് ആ കാറ്റിൽ നിന്നുള്ള നന്മയെ ചോദിക്കണം. വസ്തഈദൂ ബില്ലാഹി മിൻ ശർരിഹാ, ആ കാറ്റിൽ നിന്നുള്ള ഷർറിനെ നിങ്ങൾ അള്ളാഹുവോട് കാവല തേടിക്കോളൂ. അള്ളാഹുവേ, എന്തൊരു കാറ്റാ, ഈ കാറ്റിൽ നിന്നുള്ള ഖൈർ എന്നോട് ചോദിക്കുന്നു, റബ്ബേ നാശം നൽകല്ലേ, അങ്ങനെ പറയാൻ പാടുള്ളൂ. നിരുപാധികം കാറ്റിനെ പഠിക്കരുത്. അള്ളാന്റെ തിരുദൂതർ ഒരിക്കൽ പറഞ്ഞു, കോഴിയെ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. എന്താ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബുദ്ദീക ഫഇന്നഹു യൂഖിദു ലിസ്സലാ, നിങ്ങൾ ഒരിക്കലും കോഴിയെ പഴിക്കാൻ പാടില്ല. അത് നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന ജീവിയാകുന്നു. ശരിയല്ലേ? ഈ സുബഹിന്റെ തൊട്ട് മുമ്പ് കാണാം, കോഴികളുള്ള വീട്ടിൽ നിന്ന് കോഴികൾ ഇങ്ങനെ വിളിച്ചുണർത്തും. അലാരം വെച്ചിട്ടുണ്ടാവും ചിലപ്പോ. അതിന് മുമ്പ് തന്നെ കോഴി ശബ്ദം ഉണ്ടാകും. ചിലപ്പോ എന്ത് പറയും, ഈ കോഴികളൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. പറയരുത്, നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന ജീവിയാ. കോഴി ശബ്ദിക്കുമ്പോ ഓർക്കണം, റഹ്മത്തിന്റെ മലക്കൾ അവിടെ ഉണ്ടാവുന്നതാണ്. കോഴിയുടെ ചിലപ്പോ കോഴി പാമ്പിനെ കണ്ടിട്ട് ഒച്ചപ്പാടുണ്ടാവും. എല്ലാ ഒച്ചപ്പാടും അങ്ങനെയാണെന്നല്ല. ഇനി പാമ്പിനെ കാണുന്ന സമയത്ത് മലക്കിനെയും കാണാലോ. എന്തായിരുന്നാലും സഹോദര, നമ്മുടെ നാവ് ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഏതായിരുന്നാലും അല്ലാഹു പറയുന്നത്, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ, അമിതമായി സത്യം ചെയ്യുന്ന ഒരുത്തനെയും താങ്കൾ പിന്തുടരാൻ പാടില്ല. മഹീം, അല്ലാഹു തആല തുടർന്ന് പറയാണ്, നോക്കൂ, നീചനായ ഒരാളെ ഒരിക്കലും താങ്കൾ പിന്തുടരാൻ പാടില്ല. വീണ്ടും അല്ലാഹു പറയുന്നു, ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്ന ഒരുത്തനെയും താങ്കൾ പിന്തുടരരുത്. എന്താ ഈ കുത്തുവാക്ക് എന്ന് പറഞ്ഞാൽ? ആളുകളെ വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ. ഇപ്പൊ ഖുർആനിൽ തന്നെ അല്ലാഹു ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ആക്ഷേപിക്കുന്ന, കുത്തുവാക്ക് പറയുന്ന മുഴുവൻ ആളുകൾക്കും വൈല് എന്ന നരകമുണ്ട്. ഗീബത്ത് പറഞ്ഞിട്ടും കുത്തുവാക്ക് പറഞ്ഞിട്ടും ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ പരിഹാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അത് വലീദിന്റെ സ്വഭാവമാണ്. അള്ളാഹു പറയാണ്, ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്ന ഒരുത്തനെയും നബിയെ താങ്കൾ പിന്തുടരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ സംബന്ധമായിട്ട് വേറെ ചില ആയത്തുകളിലൂടെയും പറയുന്നു. അതായത് പരിഹാസത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. അല്ലാഹു പറയുന്നു, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമർ പരിഹസിക്കപ്പെട്ടവരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ.
ഒരു പെണ്ണും ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്ന സ്ത്രീയേക്കാൾ ഉത്തമ പരിഹസിക്കപ്പെടുന്നവളായേക്കാം. ഇസ്ലാമിന്റെ നിലപാടങ്ങനെ. നിങ്ങൾക്കറിയോ, വലിയ ധിക്കാരിയാണല്ലോ അബൂജഹലിന്റെ മകനായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോൾ ചില ആളുകൾ, നമ്മുടെ ആളുകൾ പറഞ്ഞു, എന്ത്, ഈ സമുദായത്തിലെ ഫറോവന്റെ മകനാണ് വരുന്നത്. അതൊരു കുത്തുവാക്കാണ്. ഈ സമുദായത്തിലെ ഫിർഔനിന്റെ മകനാണ് കടന്നു വരുന്നത്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയി ഇത് കേട്ടപ്പോ അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയേ, എന്നെ ചിലർ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി, എന്റെ വാപ്പ മോശാണ്, പഴച്ചു, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞു, മരിച്ചുപോയവരുടെ പേര് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കരുത്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കിയത്. അതുപോലും പാടില്ല എന്നുള്ള തമാശ രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സഫിയ ബീവിയോട് പറഞ്ഞു, രണ്ടുപേരും നബിയുടെ ഭാര്യമാരാണ്. ആയിഷ ബീവി പറഞ്ഞു, സഫിയ സൗന്ദര്യമുണ്ട്, പക്ഷെ ഉയരം കുറച്ച് കുറവാണ്. സഫിയ ബീവിക്ക് തോന്നിയത് തന്നെ പരിഹസിക്കാണ്. ഉടനെ നബിയോട് പരാതി പറഞ്ഞു. സഫിയ ബീവിയോട് ഒരു ആയിഷ ബീവി ചോദിച്ചു, സഫിയ, നിന്റെ ഭർത്താവ് യഹൂദിയ, നിന്റെ പിതാവ് യഹൂദിയായിരുന്നില്ലയോ? എന്റെ വാപ്പ യഹൂദിയായിരുന്നില്ലേ? ചെറിയൊരു കുത്തുവാക്ക് പോലെ തോന്നും. സഫിയ ബീവി അള്ളാന്റെ തിരുദൂതരുടെ അരികെ ചെന്ന് കരഞ്ഞുപോയി, നബിയെ, എന്റെ വാപ്പ യഹൂദിയായതുകൊണ്ട് ആയിഷ അത് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടൻ തന്നെ സഫിയ ബീവിയോട് പറഞ്ഞു, സഫിയ, നിനക്ക് ആയിഷയോട് പറഞ്ഞുകൂടായിരുന്നോ, ഇന്ന അബീ മൂസ വ ഇന്ന അമ്മീ ഹാറൂൻ വ ഇന്ന സൗജി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതാവ് മൂസ നബിയാണ്, എന്റെ മൂത്താപ്പ ഹാറൂൻ നബിയാണ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് സഫിയ ആയിഷയോട്? അപ്പൊ സഫിയാവിക്ക് സന്തോഷായി. നേരെ പിതാവ് യഹൂദിയായ എന്താ നഷ്ടം? എന്റെ ഭർത്താവ് ആരാ? അള്ളാഹുവിന്റെ റസൂലാ. റസൂൽ നയപരമായിട്ട് അവരെ ഇടയിലുള്ള പ്രശ്നം തീർത്തതാണ്. എന്തായിരുന്നാലും അള്ളാഹു ഹുജറാത്ത് സൂറത്തിലൂടെ അങ്ങനെ വരരുത് എന്ന് പഠിപ്പിച്ചു. ഒരിക്കലും കളിയാക്കാൻ പാടില്ല എന്നാണ്. ഇനി വീണ്ടും അല്ലാഹു പറഞ്ഞത്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ തമ്മിൽ കുത്തുവാക്ക് പറയരുത്. ഖുർആൻ പറയുന്നു, ഇവിടെ പറഞ്ഞതും അതന്നല്ലേ ഇവിടെ പറയുന്നതും. കുത്തുവാക്ക് പറയുന്ന ഒരുത്തനെയും താങ്കൾ പിൻപറ്റാൻ പാടില്ല. അതന്നെ വൈലുല്ലി കുല്ലി സൂറത്തിലും പറഞ്ഞത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ആക്ഷേപിക്കുന്ന കുത്തുവാക്ക് പറയുന്ന മുഴുവൻ ആളുകൾക്കും വൈലുണ്ട്. ഗുജറാത്ത് സൂറത്തിൽ പറയുന്നതോ, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരിക്കലും കുത്തുവാക്ക് പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, തെറ്റായ പേര് കൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പേര് വിളിക്കാൻ പാടില്ല. ഒറിജിനൽ പേരുണ്ടാവും, ഓമന പേരുണ്ടാവും. ഇനി അതിന്റെ പുറമെ എന്തിനാ വേറൊരു പേര്? ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒറിജിനൽ പേര് ഐഡന്റിറ്റി കാർഡിലുണ്ടാവും, ആധാറിലുണ്ടാവും, പാസ്പോർട്ടിലുണ്ടാവും. വീട്ടിൽ വിളിക്കാനൊരു ഓമന പേരുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങാടി ചിലപ്പോൾ വേറൊരു പേരുണ്ടാവും, അത് നാലാൾ കേൾക്കാൻ പറ്റാത്ത വേറെ ഉണ്ടാകരുത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് ഒരിക്കലും നമ്മൾ വിളിക്കാൻ പാടില്ല എന്നുള്ള ഓരോ പേരുകൾ. ചിലതൊക്കെ നമ്മൾ കേട്ട അന്തം മുട്ടും. അടുത്ത് ഒരാളെ ഞാൻ അന്വേഷിച്ചപ്പോ എന്നോട് പറഞ്ഞു, അയാളെ അറിയണമെങ്കിൽ അതിന്റെ കൂടെ ചളി എന്ന് കൂട്ടണം. അതാണ് ഇപ്പൊ ഗുജറാത്ത് സൂറത്തിൽ പറയുന്നത്, കൂട്ടരുത്, ചളിയാക്കരുത്. ഓരോ പേരുകൾ എന്തെങ്കിലും ഒന്ന് കൂട്ടും, അതിനെന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും ചെയ്യും. ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ ടൂറ് പോയി. അപ്പൊ ഇവരൊക്കെ മഹാകളിന്റെ ആൾക്കാരാണ്. അപ്പൊ അവര് അങ്ങാടിയിലൊരു നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ടൂറ് പോവാണ്, നീ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ, ദയവ് ചെയ്ത് വട്ടിക്കാര് വീട്ടിൽ ചെന്ന് ശല്യം ചെയ്യരുത്, കിട്ടാനുള്ള പൈസ ഞങ്ങൾ ഇനി ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നിട്ട് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് പോലെ എഴുതി വെച്ചാണ്. അതില് 7 പട്ടി ഉണ്ടായതാ. 10-20 ആൾ പോയിട്ടുണ്ട്. ഓലെ പേരൊക്കെ ഒരു പുറത്ത് തമാശക്ക് എഴുതി വെച്ചതാണ്. അതിൽ 7ാമത്തെ ആളെ പേര് പട്ടി. മീമാഫിയുടെ പേരാ ഇല്ല. അത് കുട്ടികളെ വിളിക്കൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുണ്ടോ? ഓന് വലിയ പരാതി ഉണ്ടോ? ഇല്ല. എടാ പട്ടി എവിടെ? നമ്മൾ കരുതും മറ്റേ പട്ടിയാണ്. ഒന്നും വന്നിട്ടില്ല.
എന്നിട്ട് ഫോൺ ചെയ്യാണ് പട്ടിക്ക്. അത് വർത്താനം പറയുന്ന പട്ടിയാണ്, 2 കാലം. സഹോദരാ, ഇത് വഷളത്തരാ പാടില്ല. ഒരാളെ സ്ഥാനം കുറക്കാനോ കൂട്ടാനോ ഒക്കെ പേര് വരാറുണ്ട്. കൂട്ടാനാണെങ്കിൽ കുഴപ്പമില്ല, കുറെ പേരുകളുണ്ടല്ലോ അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് സ്ഥാനപ്പേരാ, കുഴപ്പമില്ല, റസൂലിട്ട പേരാ. ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു, കുഴപ്പമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, ആ പേരും കുഴപ്പമില്ല. ദുന്നൂറൈൻ, ദിപ്രഭാതരൻ. റസൂലുള്ളാഹിന്റെ 2 പെൺകുട്ടികളെ കെട്ടിയത് കൊണ്ടാണ്, ആ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് 2 പ്രകാശത്തിന്റെ ഉടമ എന്നർത്ഥം വരുന്ന ദുന്നൂറൈൻ എന്ന പേര് വന്നു. അതുപോലെ ഹബശയിലേക്കും പിന്നെ മദീനയിലേക്കും ഹിജ്റ പോയതുകൊണ്ട് സ്വാഹിബുൽ ഹിജ്റത്തൈൻ എന്ന അദ്ദേഹത്തിന് പേര് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അബൂ തുറാബ് എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു, മണ്ണിന്റെ വാപ്പ എന്നാണ് അതിന്റെ അർത്ഥം. റസൂലിട്ട പേരാണ്, കുഴപ്പമില്ല. ഇവർക്ക് പള്ളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു, ഉപ്പായിട്ടിട്ടില്ല, വകുപ്പില്ല. അപ്പൊ ശരീരത്തിലാകെ മണ്ണുണ്ട്. അപ്പൊ റസൂൽ വിളിച്ചതാ യാ അബാ തുറാബ്, മണ്ണിന്റെ പിതാവേ. ആ പേര് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പേര് വീണ് സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാൾ. അപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്ത് ആരെ പറ്റി ഇറങ്ങിയതാ? വലീദ് ഇബ്നുൽ മുഗീറ. വളരെ മോശപ്പെട്ട വൃത്തികെട്ട ആളാണ്. അയാളെ മകനാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. 100-ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനാണ് അദ്ദേഹം. എത്ര വലിയ സ്ഥാനമുണ്ട്! സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാള്, അങ്ങനെ പേര് വന്നു. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് പേര് വന്നിട്ടുണ്ട്. ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് വന്ന ആളുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെ നല്ല അടയാളങ്ങളാണ്, അതിന് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, മഹാപണ്ഡിതന്മാർ ഷംസുൽ ഉലമ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടും. ആലിമുൽ ആലം എന്ന് പറഞ്ഞു അറബ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ചു. സൈനുൽ ഉലമ എന്ന് പറഞ്ഞിരുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ചു. റഈസുൽ ഉലമ എന്ന് പറഞ്ഞിരുന്നു കളമ്പാടി ഉസ്താദിനെ സംബന്ധിച്ചു. മുഹഖിഖുൽ ഉലമ എന്ന് പറയും ഇപ്പൊ സമസ്തയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ പറയാറുണ്ട്. കുമ്മരമുത്തൂർ ഉസ്താദിനെ സംബന്ധിച്ച് ഒരുപാട് പേരുകൾ കാണാൻ സാധിക്കും. എന്തായിരുന്നാലും സഹോദര, ഒരാളെ ഇടിച്ചു താഴ്ത്താൻ വഷളാക്കാൻ നമ്മളൊരു പേരിടാൻ പാടില്ല എന്നുള്ളതാണ്, വിളിക്കാൻ പാടില്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹുജറാത്ത് സൂറത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ജതനിബൂ കസീറൻ മിനൽ-ളൻൻ, സത്യവിശ്വാസികളെ നിങ്ങൾ ഊഹാപോഹങ്ങളെ വെടിയണം. ഊഹാപോഹങ്ങളുണ്ട്, അതിനെ നിങ്ങൾ വെടിയണം. ഊഹങ്ങൾ പലതും തെറ്റാകുന്ന. ഇന്ന ബഅദൽ-ളന്നി, ഊഹങ്ങളിൽ നിന്ന് ചിലത് അത് കുറ്റകരമായിരിക്കും. വലാ തജസ്സസു, ചാരവൃത്തി നടത്താൻ പാടില്ല. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽ നിന്ന് ചിലരെ ഗീബത്ത് പറയാൻ പാടില്ല. ചിലരെ ഗീബത്ത് പറയാൻ പാടില്ല എന്നാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഒരാളെ ജീവിതത്തിൽ വന്നത് തന്നെ അയാൾക്കത് പറയൽ ഇഷ്ടമല്ലെങ്കിൽ അതാണ് ഗീബത്ത്. അല്ലാതെ എന്തല്ല, ഇല്ലാത്തതല്ല. ഇല്ലാത്തത് പറയൽ കളവാണ്. ഉള്ളത് പറയാൻ തന്നെ പാടില്ല എന്നല്ല, അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല എന്നല്ല. ഖുർആൻ പറയുന്നത്, അയ്യുഹിബ്ബു അഹദുകും മയ്യൗകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹതുമൂ, മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് മാംസം തിന്നുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾ വെറുക്കണം ഗീബത്തിനെ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അല്ലാഹു തആല ഇവന്റെ സ്വഭാവം പറയാണ്, ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ ഗീബത്തൊക്കെ പെട്ടു. അത് അങ്ങനെ പറയുന്ന ആളുകളെ പിന്തുടരരുത്, വഴിപ്പെടരുത് അവർക്ക്. അത് വലീദിന്റെ സ്വഭാവം. പിന്നീട് അല്ലാഹു പറയുന്നത്, മശാഇൻ ബിനമീം, ഏഷണിയുമായിട്ട് നടക്കുന്നവർ, അങ്ങനെയുള്ളവരെയും നബിയെ ഒരിക്കലും അവർക്ക് വഴിപ്പെടാൻ പാടില്ല. ഏഷണി പരദൂഷണ വ്യത്യാസമുണ്ട്. ഏഷണി എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കരുത്, അതിനാണ് ഏഷണി എന്ന് പറയുന്നത്. നോക്കൂ, ഒരാൾ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സംഘം പറഞ്ഞത് മറ്റൊരു സംഘത്തിന് എത്തിച്ചു കൊടുത്തിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അതാണ് ഏഷണി. എന്നാൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എന്തില്ല, കുഴപ്പമില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അമ്മാ നഖ്ലുൽ കലാമി ബിഖസ്ദിൻ നസീഹതി ഫവാജിബുൻ,
നന്മ ഉദ്ദേശിച്ച് ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്നാണ്. അത് നമീമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. ഉദാഹരണത്തിന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അബദ്ധത്തിൽ ഒരാളെ വധിച്ചു, കൈറോവിൽ വെച്ചിട്ട്. കൊല്ലണമെന്ന് കരുതിയതല്ല, വേണ്ടാത്തത് കാണിച്ചപ്പോൾ ഒറ്റടി കൊടുത്തതാണ്. പക്ഷെ അത് മർമ്മത്തിൽ കൊണ്ട് ആള് കാലിയായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ ഭയപ്പെട്ടു പോയി. മരിച്ച ആള് ഫിറഔന്റെ അടുത്ത ആളാണ്, പാചകപ്പുരയിലെ മെയിൻ ആളാണ്. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരീക്ഷിച്ചു, ഇത് ഞാനാണെന്ന് അറിഞ്ഞ് പ്രശ്നമാകുമെന്ന് നോക്കുക. ഈ സന്ദർഭത്തിലാണ് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ അരികെ, മൂസാ നബിയുടെ അരികെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊല്ലാനുള്ള പരിപാടിയുണ്ട്, തിരിച്ചു കൊല്ലും, അതുകൊണ്ട് വേഗം ഇവിടുന്ന് നാട് വിട്ടോളൂ എന്ന്. മൂസാ നബിയോട് അദ്ദേഹം പറഞ്ഞത്, ഇന്നീലക മിനൻ നാസിഹീൻ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ്. അങ്ങനല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടത്? അദ്ദേഹം ഉടനെ തന്നെ കൈറോവിൽ നിന്ന് നേരെ എവിടേക്ക് പോയി? മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലേക്ക് പോയി അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ്. അപ്പൊ നോക്കൂ, ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചടിക്കാനുള്ള, വധിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ സന്ദേശം എത്തിച്ചു കൊടുത്തു. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കൽ നിർബന്ധം. എല്ലാം നമീമത്താവൂല. പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടും ചിലത് എത്തിച്ചു കൊടുക്കും. കളവ് പോലും പറയാനാണ് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നമ്മൾ സത്യസന്ധന്മാരാകാൻ പാടില്ല. ചിലയിടത്ത് നമ്മൾ കളവ് പറയേണ്ടി. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ സ്വഭാവം പറയുന്നത് ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, കുത്തുവാക്ക് പറയുന്ന ഒരുത്തനെയും നബിയെ താങ്കൾ പിന്തുടരരുത്. മശ്ശാഇൻ ബിനമീം, നമീമത്തുമായി നടക്കുന്നവരെയും അവർക്കും വഴിപ്പെടരുത്. അതും വലീദ് ബിൻ മുഗീറയുടെ സ്വഭാവമാണെന്നാണ്, നമീമത്തുമായിട്ട് നടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊക്കെ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണിക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല. എന്തുകൊണ്ട്? അത് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്നൊക്കെ നമീമത്തിനൊക്കെ വളരെ സൗകര്യമാണ്. ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ല സൗകര്യമാണ്. മൊബൈൽ ഉപയോഗിച്ചാൽ മതി. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഒരാളെ കൊണ്ട് പരമാവധി വേറൊരാളെ കുറ്റങ്ങനെ പറയിപ്പിക്കാം, അവന്റെ കൂടെ കൂടി കൊടുക്കുക. അതൊക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് അത് മറ്റേ ആൾക്ക് കേൾപ്പിക്കുക. ആദ്യം അവനോട് പറയും, എന്നെ പറ്റിയൊക്കെ ഇന്നാലിന്നാള് പറയുന്നത് ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ മറ്റേ ആൾ ചിലപ്പോ പറയും, എന്ത്, എന്നെ പറ്റി അവൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. അല്ല, പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരെയെങ്കിലും പറ്റിയായിരിക്കും. അല്ലല്ല, നിങ്ങളെ പറ്റി തന്നെ. വല്ലാതെ പറഞ്ഞ എനിക്കറിയാം അത് നിഷേധിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അത് റെക്കോർഡാക്കിയിട്ടുണ്ട് എന്നാ കേട്ടോ. ഇനി ഇവനങ്ങനെ മിണ്ടാതിരുന്നെടുത്താൽ മതി. ഓനെ സൗകര്യം നല്ല സുഖമായിട്ട് ഓനെ സഹായിക്കാണ് നമീമത്തിന്റെ വിഷയത്തിൽ അവന്റെ മൊബൈൽ. അതുകൊണ്ട് ഇന്ന് തെറ്റെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. എല്ലാം നൽകും. ഒരു സ്വർഗത്ത് കടക്കൂലെന്നാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വീണ്ടും അല്ലാഹു പറയുന്നത്, മന്നാഇല്ലിൽ ഖൈർ, നന്മക്ക് തടസ്സം നിൽക്കുന്ന ഒരുത്തനെയും നബിയെ താങ്കൾ പിന്തുടരരുത്. അതും വലീദിന്റെ സ്വഭാവമായിരുന്നു. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. ഈ കാലഘട്ടത്തിലുണ്ടല്ലോ സഹോദര അങ്ങനെയുള്ള ആളുകൾ. ഒരു നന്മ, ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് തടസ്സം. എത്രയോ ആളുകൾ ഉണ്ടങ്ങ്. എന്തൊരു നന്മയാണെങ്കിലും അതിന് എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ നന്മക്ക് തടസ്സം നിൽക്കും. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് വേറൊരാൾ ചെയ്യുമ്പോ എന്തിനു നമ്മൾ തടയണം? നടക്കട്ടെ സംഗതി എന്നല്ല കരുതേണ്ടത്. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ആരും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. നന്മക്ക് തടസ്സം നിൽക്കാൻ പാടില്ല. നന്മയിൽ നമ്മൾ പരസ്പരം സഹായിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ നന്മയുടെ വിഷയത്തിലും തഖ്വയിലും അന്യോന്യം സഹായിക്കണേ. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിലും ശത്രുതയിലും നിങ്ങൾ ഒരിക്കലും അന്യോന്യം സഹായിക്കാൻ പാടില്ല. അപ്പൊ നന്മയിൽ സഹായിക്കണം, നന്മക്ക് നമ്മൾ കൂട്ടുകൂടണം. നന്മ നടക്കുന്ന വിഷയത്തിൽ എന്ത് ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണം വേണ്ടത്. ഇനി ഇവിടെ വേറൊരർത്ഥം വലീദിനെ പറ്റി പറഞ്ഞത്, മന്നായിൽ ഖൈർ, മന്നായിൽ ഖൈർ,
നന്മക്ക് തടസ്സം നിൽക്കുന്നവൻ എന്നതുപോലെ മറ്റൊരർത്ഥം പിശുക്ക് കാണിക്കുന്നവൻ എന്ന മുതലിന് അള്ളാഹു താല ഖൈർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഖൈർ എന്ന നന്മ എന്നാണ്. സമ്പത്തിന് അങ്ങനെ പേര് അള്ളാഹു താല ചില വചനങ്ങളിൽ ഉപയോഗിക്കാനുള്ള കാരണം അധിക ആളുകളുടെയും ധാരണ ഒരാൾക്ക് അള്ളാഹു താല ഖൈർ നൽകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? കുറെ മുതല് കൊടുക്കലാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. മനുഷ്യന്മാരെ പൊതുവെ ഉള്ള ഒരു ധാരണ അങ്ങനെയാണ്. ഒരാൾ അള്ളാഹു പരിഗണിക്കാൻ കുറെ മുതലുണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. മുതലിന് തടസ്സം നിൽക്കുന്ന, അതായത് പിശുക്ക് കാണിക്കുന്നവൻ, സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കാത്ത ആള്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നല്ല വഴിക്ക് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉന്നതങ്ങളിലെത്തുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, നാളെ ചില വിഭാഗം ആളുകൾ സ്വർഗത്തിന്റെ അരികിലെത്തും, വിചാരണ പോലും ഇല്ലാതെ. ഒന്ന് സഹോദര ഇൽമുള്ള ആളുകളാണ്, മറ്റൊന്ന് കൃത്യമായി ഹജ്ജ് ചെയ്ത ആളുകളാണ്. കൃത്യമായിട്ട് ഹജ്ജ് ചെയ്ത ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ ശുഹദാക്കളാകുന്നു. ശുഹദാക്കൾ നാളെ സ്വർഗത്തിന്റെ അരികിലെത്തും. നാലാമത്തത് സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിച്ചത്. ഈ 4 വിഭാഗം നാളെ ഞങ്ങളാദ്യം സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് തർക്കിക്കും അത്രേ. ശ്രദ്ധിച്ചോളൂ, ഈ ഭാഗം മറക്കണ്ട. ഒന്ന് ഇൽമുള്ള ആളുകൾ, അറിവ് സമ്പാദിച്ച ആളുകൾ നാളെ സ്വർഗത്തിന്റെ അരികെ വരും. ഒരു തർക്കിക്കും, ഞങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത്. മറ്റൊരു വിഭാഗം വരുന്നതോ ഹജ്ജ് ചെയ്ത ആളുകളാണ്. മൂന്നാമത്തത് റബ്ബിന്റെ മാർഗത്തിൽ ശുഹദാക്കൾ, ഷഹീദായ ആളുകളാണ്. നാലാമത്തെ വിഭാഗം ധർമ്മം ചെയ്ത ആളുകളാണ്, നല്ലതിന് പണം ചെലവഴിച്ച ആളുകൾ. ഈ 4 കൂട്ടർ വന്ന് ഞങ്ങളാദ്യം സ്വർഗത്തിൽ നിന്ന് തർക്കിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ചോദിക്കും, ഹജ്ജ് ശുഹദാക്കളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി തർക്കിക്കുന്നത്? അപ്പൊ അവര് പറയത്രേ, അള്ളാഹുവേ, ഞങ്ങൾ അങ്ങനെ തർക്കിക്കാൻ കാരണം നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചോര കൊടുത്തവരാ, നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ജീവൻ നൽകിയവരല്ല നാഥ. അപ്പൊ അള്ളാഹു ചോദിക്കത്രേ, നിങ്ങൾക്ക് അങ്ങനെ ജീവൻ ദീനിന് വേണ്ടി നൽകിയാൽ സ്വർഗം ലഭിക്കുമെന്ന് ആരാ പറഞ്ഞു തന്നത്? അപ്പൊ ഇവര് പറയും, അത് പണ്ഡിതന്മാരാണ്. അപ്പോ ശുഹദാക്കളോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരും. എന്ന അദബ് പാലിച്ചുകൂടെ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചു തന്ന ആ പണ്ഡിതന്മാരല്ലേ ആദ്യം കിടക്കേണ്ടതെന്ന് ചോദിക്കും. ഉടനെ അള്ളാഹു താല അവർ മാറി നിന്നു. നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്തവരോട് അള്ളാഹു ചോദിക്കും അത്രേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം സ്വർഗത്തിൽ കിടക്കാൻ തർക്കിച്ചത്? ഞങ്ങൾ റബ്ബേ നിന്റെ കഅബത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തവരാണ്. ശരി, നിങ്ങൾക്ക് ആ ഹജ്ജ് ചെയ്യാനുള്ള വിവരം എവിടെ നിന്ന് ലഭിച്ചു? അത് ഞങ്ങൾക്ക് ആലിമീങ്ങൾ പറഞ്ഞു തന്നു. എന്നാൽ പിന്നെ അവരല്ലേ ആദ്യം കിടക്കേണ്ടത്? ഹജ്ജാജിമാരും ഹജ്ജമ്മമാരും തൽക്കാലം മാറി. ആ സമയത്ത് അള്ളാഹു ചോദിക്കും അത്രേ ധർമ്മം ചെയ്തവരോട്, അല്ല നിങ്ങൾ എന്തുകൊണ്ടാ സ്വർഗത്തിൽ കിടക്കാൻ തർക്കിക്കുന്നത്? ഞങ്ങൾ ആദ്യം കിടക്കുന്നുവെന്ന് അവർ പറയും അത്രേ, റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ പണം ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചവരാണ്. അധികം ആളുകൾക്കും മടിയുള്ളൊരു കാര്യമാണ്. മുടിനാരിയ കീറി നിസ്കാരത്തിന്റെ മസ്അല നോക്കി നിസ്കരിക്കുന്ന ആളുകൾ സക്കാത്തിന്റെ ഭാഗം ശ്രദ്ധിക്കുകയേ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. അത് പേടിയാ, അത് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, അള്ളാഹുവേ, ഞങ്ങൾ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിച്ചവരാണ്. അപ്പൊ ഇവരോട് ചോദിക്കും, സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്, സ്വർഗം ലഭിക്കുന്ന ആരാ പറഞ്ഞത്? അവർ പറയും അത്രേ, അള്ളാഹുവേ, പണ്ഡിതന്മാരാ. ആലിമീങ്ങളോട് ചോദിക്കും ഉടനെ തന്നെ, നിങ്ങൾ ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നു പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവേ, ഞങ്ങൾ ഇൽമു പഠിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനം കിട്ടി. പക്ഷേ ഈ ആലിമീങ്ങൾ ഉടനെ തന്നെ പറയും അത്രേ, ഞങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള അവസരം ലഭിക്കാനുള്ള കാരണം, അതിനുള്ള സൗകര്യം ചെയ്തു തന്നത് ഈ പിന്നെ സമ്പന്നരാണ്. അവർ ധർമ്മം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ പഠിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് ആദ്യം ആ ധർമ്മം ചെയ്തവരെ സ്വർഗത്തിൽ കയറ്റി എന്ന് പറയത്ര. അങ്ങനെ ഈ 4 കൂട്ടരിൽ ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ആരാണ്? ധർമ്മിഷ്ഠരാണ്. അപ്പൊ വലീദിന്റെ മാർഗം നമുക്ക് വേണം. സഹോദര, ആദ്യകാലത്ത് മഹാന്മാരായ ഇമാമുമാർക്ക് അവർക്ക് ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു അന്നത്തെ ഭരണാധികാരികളും സമ്പന്നരും. ആ എഴുതിണ്ടാക്കിയതാണെന്ന് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്?
പ്രിന്റ് എടുത്തിട്ട് കിതാബുകളായിട്ട് നമ്മുടെ പള്ളികളിലും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ ലൈബ്രറികളിൽ കാണുന്ന ഗ്രന്ഥങ്ങളതാണ്. സഹോദര, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, എത്രയോ പള്ളി ദർസുകൾ, ആ പള്ളി ദർസുകൾക്ക് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം വഖഫ് ചെയ്തത് എന്തിനാ? ഇൽമിന് വേണ്ടിയാ. ഒരു രക്ഷപ്പെടൂലേ? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ്യത്ത് ആ കണ്ട സ്ഥലം മുഴുവനും കൊടുത്തൊരു ബാപ്പു ഹാജിയാണ്. പണ്ട് ബാബഗീതങ്ങൾ പറഞ്ഞത്രേ 10-40 കുട്ടികളെ കൊണ്ട് തുടങ്ങുമ്പോൾ അന്ന് ബാബഗീതങ്ങൾ പറഞ്ഞത്രേ ഒരു 500 കുട്ടികൾ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 500 കുട്ടികളാകണം. ഞാൻ ജാമ്യയിൽ പഠിക്കുന്നത് 98, 99, 2000 വർഷത്തിലാണ്. ആ കാലത്ത് 500ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടത് മുഴുവനും ബാബുവാജി കൊടുത്ത സ്ഥലത്തെ തേങ്ങയും അതുപോലെ തന്നെ റബ്ബറും വിറ്റാൽ കിട്ടുന്നു. ജാമ്യക്ക് നിങ്ങളെ വീട്ടിലൊക്കെ ഒന്നും പിരിവിന് വരില്ല. റെസീറ്റ് അടിച്ചിട്ട് ഒരു കലണ്ടർ ചുറ്റി പിടിച്ചിട്ട് കുട്ടികൾ വരൂല. ജാമ്യന്റെ കലണ്ടർ ഇട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരൂല, ഒരു പിരിവില്ല. ആകെ ആ സമ്മേളനത്തിന് മഹല്ലുകളിൽ നിന്ന് ചെറിയൊരു പിരിവ് എന്നതല്ലാതെ പിരിവിന് വേണ്ടിയുള്ള സ്ഥാപനമല്ല ജാമ്യ. ആലോചിച്ച് നോക്കൂ സഹോദര, ജാമ്യക്ക് വേണ്ടി ഒരു മഹാമനുഷ്യൻ കൊടുത്ത സ്ഥലം. അതുകൊണ്ട് തന്നെ ജാമ്യയിലെ ആ പള്ളിയുടെ സമീപത്ത് ബാപ്പുഹാജിന്റെ ഖബർ എല്ലാ ദിവസവും അവിടെ സിയാറത്ത് നടത്തും. എല്ലാ ദിവസവും ഞാനിപ്പോ ഈ പറയുന്നതിന്റെ ഒരു വിഹിതം ബാപ്പുഹാജിന്റെ ഖബർക്കെത്തും. എന്താ കാരണം? 2 കൊല്ലം ജാമ്യയിലെ പൊറാട്ട ഞാൻ നിന്നു, ജീവൻ നിലനിൽക്കാൻ. പൊറാട്ട മാത്രമല്ല, പൊറാട്ട ഒരു കാര്യപ്പെട്ട സാധനമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പ്രത്യേകിച്ച് ജാമ്യയിലെ പൊറാട്ടായിരിക്കും. ഒരാൾക്ക് 3 പൊറാട്ട വേണമെങ്കിൽ തലേന്ന് ചുടലടങ്ങും. രാവിലേക്കുള്ളത് ആദ്യം ചുട്ടതൊക്കെ കണ്ടിട്ട് ഒരു മരക്കഷ്ണം പോലെ നായിട്ടുണ്ടാവും. പിന്നെ കറി പറഞ്ഞിട്ട് 5 മിനിറ്റ് ഇരിക്കലാണ് ഞങ്ങൾ. അതൊരു സംഭവമാണ്, മറക്കാത്ത അനുഭവമാണ്. സഹോദര, 500 കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനുള്ള വകുപ്പ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഈ ആലിമീങ്ങൾ പറയും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടാൻ കാരണം അദ്ദേഹം ധർമ്മം ചെയ്തുകൊണ്ടാ, ആദ്യം മൂപ്പര് പോട്ടെ എന്ന് പറയും. ഇത് ചില്ലറ സംഗതിയാ? നല്ല കാര്യങ്ങൾക്ക് നല്ലോണം ചെയ്തോളൂ സഹോദര. അതാ ഞാൻ പറയുന്നത്, മദ്രസയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പള്ളിയുടെ കാര്യത്തിലാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക. ശരിക്കും വേണ്ടത് മദ്രസയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താ കാരണം? മദ്രസ ഉണ്ടായിട്ടേ പള്ളി ഉണ്ടായിട്ടേ കാര്യമുള്ളൂ, അല്ലേ? ഞാനിപ്പോ ഒരു ചെരുപ്പ് കട തുടങ്ങണമെങ്കിൽ ആദ്യം ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി വേറെ വേണം, എന്നാലേ ചെരുപ്പ് ഇങ്ങോട്ട് എത്തുള്ളൂ. പള്ളിയിൽ നിസ്കരിക്കാനും അതുപോലെ തന്നെ ഖുർആൻ ഓതാനും പറ്റുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഏത്? മദ്രസ എന്ന് പറയുന്നത്. ഇൽമല്ലേ പ്രധാനം? അള്ളാന്റെ വിശേഷനാണ് ഇൽമ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ സഹോദര, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നൗമുൽ ആലിം, ഒരു പണ്ഡിതന്റെ ഉറക്ക് എന്ന് പറയുന്നത് ഖൈറും മിൻ ഇബാദത്തിൽ ജാഹിൽ, ഒരു വിവരമില്ലാത്ത ആളെ ഇബാദത്തിനേക്കാൾ ഖൈറായതാണ്. വിവരം കുറഞ്ഞ ഒരാൾ ഇബാദത്തിനുണ്ട്, വലിയൊരു പണ്ഡിതനെ ഉറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന പണ്ഡിതൻ ആ സ്ഥാനം. അതിന്റെ അർത്ഥം ഉസ്താദ്മാരൊക്കെ പേര് ഉറക്കിന്റെ ആൾക്കാരാണെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇൽമിന്റെ മാറ്റമാണ്. എന്താ കാരണം? ഇൽമ് അള്ളാന്റെ വിശേഷണമാണ്, ഇബാദത്ത് ജനങ്ങളുടെ വിശേഷണമാണ്, അല്ലേ? ഇബാദത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇൽമോ അത് യഥാർത്ഥത്തിൽ അള്ളാന്റെ വിശേഷണം. അള്ളാഹ് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാ അള്ളാഹ് ഭയങ്കര അലീമ, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. അലീമാണ് അവൻ, എല്ലാം അറിയുന്നവനാണ്. ലത്തീഫാണ്, സകല നിഗൂഢതകളും അറിയുന്നവനാണ്. അള്ളാന്റെ വിശേഷണം ആണ് ഇൽമ്. ആ ഇൽമ് നമ്മൾ പഠിക്കുമ്പോൾ വലിയ സ്ഥാനം. സയ്യിദനാ സുലൈമാൻ നബിയോട് അള്ളാഹു ചോദിച്ചു അത്രേ, ഓ സുലൈമാൻ നബി, താങ്കൾക്ക് ഇൽമ് വേണോ അതല്ല രാജാധികാരം വേണോ? ആ സമയത്ത് സുലൈമാൻ നബി പറഞ്ഞു, അത്രേ നാഥാ, എനിക്ക് ഇൽമ് മതി. ആ സമയത്ത് അള്ളാഹു ആദരിക്കേണ്ടതിന്, ബഹുമാനിക്കേണ്ടതിന്, മുൻഗണന കൊടുക്കേണ്ടതിന് അദ്ദേഹം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ഇൽമും അതുപോലെ രാജാധികാരവും ഒരുപോലെ നൽകി. ആലോചിച്ചു. അള്ളാന്റെ തിരുദൂതർ അധികം ചോദിച്ചത് ഒരൊറ്റ വിഷയം മാത്രം, നാഥാ എനിക്ക് ഇൽമിനെ ഏറ്റിത്തരണമേ എന്ന് നബിയെ താങ്കൾ പറയുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു. കണ്ടോ? ഇൽമിനെ ഏറ്റിത്തരണം, മുതൽ ഏറ്റിത്തരണം എന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റിത്തരാൻ പറഞ്ഞത് ഇൽമിന്റെ കാര്യം മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇൽമുള്ള ആളുകൾക്ക് പോലും സഹായം ചെയ്തു കൊടുക്കുന്നത്, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് സമ്പന്നരല്ലേ? ഒരു ദർസ് നടക്കണമെങ്കിൽ ആ ദർസിലെ കുട്ടികൾക്കുള്ള ആഹാരം കഴിവുള്ള ആളുകളെ ഏറ്റെടുക്കണം. അവർക്ക് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. അവ നല്ലതിന് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. വലീദിന്റെ സ്വഭാവമാണ് പിശുക്ക് കാണിക്കുക. പിശുക്ക് കാണിക്കുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യം.
ഭയങ്കര ദേഷ്യമാണ്. ഓൻ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല എന്നാണ്. അവന്റെ ആ പിശുക്ക് ലുബ്ധത അവനെ ആകെ നശിപ്പിച്ചു കളയുന്ന. നേരെ മറിച്ചോ ധർമ്മിഷ്ഠനാണെങ്കിൽ ആളൊരു തമ്മാടിയാണെങ്കിൽ പോലും നന്നാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിന് ദേഷ്യം ആരോടാണ്? ധർമ്മിഷ്ഠനായ തമ്മാടിയോടാണ്. ആള് തമ്മാടി ആയതുകൊണ്ട് പിശാചിന് ഇഷ്ടപ്പെടാണ് വേണ്ടത്. പക്ഷെ പിശാചിന് ദേഷ്യം വരാനുള്ള കാരണം എന്താ? അവൻ ധർമ്മിഷ്ഠനായി എന്നത് അവനെ നന്നാക്കാൻ സാധ്യതയുണ്ട് എന്നാ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, ലോകത്തിന്റെ നിലനിൽപ്പ് ചില കാര്യങ്ങളെ കൊണ്ടാ. ലോകത്തിന്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെ കൊണ്ടാ. അതിൽ ഒന്നാമത്തത് ആലിമിന്റെ ഇൽമ കൊണ്ടാണ്. രണ്ടാമത്തതോ ബിഅദ്ലിൽ ഉമറാ, നേതാക്കന്മാരുടെ നീതി കൊണ്ടാകുന്നു. പിന്നീട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് മൂന്നാമത്തെ ഘടകം സമ്പന്നരായ ആളുകൾ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. നാലാമത്തതോ വബിദഅവത്തിൽ ഫുഖറാ, സാധുക്കളായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടുമാണ്. ദുന്യാവിന്റെ നിലനിൽപ്പ് 4 കാര്യങ്ങളെ കൊണ്ടാണ്. 1 ഇൽമുള്ള പണ്ഡിതന്മാര് വേണമെന്നാണ്. 2 നീതിയോടുകൂടെ വർത്തിക്കുന്ന ഉമറാക്കൾ വേണമെന്നാണ്, നാട്ടു നേതാക്കന്മാർ. ഇതൊക്കെ കൂടുമ്പോഴേ സമുദായമാവുള്ളൂ. ഇൽമുള്ളവര് മാത്രമായിട്ട് കാര്യമില്ല, നല്ല ഉമറാക്കൾ വേണം. ഉമറാവും ഉലമാവും യോജിച്ചത് കൊണ്ടാണ് കേരളത്തിൽ നല്ല സെറ്റപ്പ്. ഞാൻ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയണില്ല, തുറന്നു പറയുകയാണെങ്കിൽ ഉമറ ആരാ ഉലമ ആരാന്ന് പറയണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കേരളത്തിൽ അതുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യവും പാണക്കാട്ടെ കുടുംബവും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്തായി? മലയാളികളെ ലോകത്ത് ഏത് ഭാഗത്ത് എന്നാലും അവരാ ദീനിന്റെ ആ ഉയർച്ച കാണാൻ കഴിയും. ഇത് വെറുതെ കിട്ടിയതല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളെ പറ്റി പറയുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അറബ് പണ്ഡിത ലോകം പോലും സമ്മതിച്ചത്, ലോകത്ത് ഖുർആൻ പഠിക്കാൻ ഈജിപ്ത് കഴിഞ്ഞാൽ മിസ്ർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല രാജ്യം കേരളമാണെന്ന് പറയാൻ കാരണം അതാ. ആലോചിച്ച് നോക്കൂ, രോമങ്ങൾ എഴുന്നേറ്റ്. അറബ് പണ്ഡിതന്മാർ പണ്ട് ജാമ്യയിൽ വന്ന് പറഞ്ഞു, ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഏറ്റവും സൗകര്യമുള്ള സ്ഥലം കേരളമാണ്. എന്താ കാരണം? ഈജിപ്തിൽ മുസ്ലിം രാജ്യ, ഖുർആൻ പറഞ്ഞ ഏക രാജ്യം മിസ്ര, അതാ ഈജിപ്ത്. ആലോചിക്കണം. കേരളം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു വാല, ഭാരതം എന്ന് പറഞ്ഞാൽ സഹോദരൻ 100% മതേതര രാജ്യ. എന്റെ കേരളത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായത്? അതിന്റെ കാരണം ഇതാണ്, ഉമറാവും ഉലമാവും. യഥാർത്ഥത്തിൽ സഹോദര ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അതാണ്. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത് സമ്പന്നൻ ധർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നല്ല സമ്പന്നരായ ആളുകൾ കൃത്യമായിട്ട് ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ഈ പ്രധാന ഘടകം പിന്നെ പറഞ്ഞതോ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന. കാരണം ഒരു സമ്പന്നൻ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന സമയത്ത് അയാൾ വലിയ ദുആ സമ്മേളനം നടത്താൻ പാടത്ത് പോകണമെന്നില്ല, ഗ്രൗണ്ട് പോകണമെന്നില്ല. അയാളെ മനസ്സിന്ന് വരുന്ന നിർഗളിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് സഹോദര, അതാണ് തട്ടം. അവൻ കിട്ടും, തട്ടും തന്നെ കിട്ടും കൃത്യമായിട്ട്. ഒരു പാവപ്പെട്ട ഒരാള് മകളെ കല്യാണം ഉണ്ട്, ആകെ ഇടങ്ങേറായി കഴിയാണ്. കുറച്ചെങ്കിലും പണ്ടല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെയുള്ളൂ. കെട്ടിക്കാൻ പണ്ടം വേണമെന്നില്ല, മഹറാണ് പ്രധാനം. പക്ഷെ എന്നാലും സാഹചര്യം അങ്ങനെ ആയി. അതിൽ കുറെ നന്മയുണ്ട്. ഇപ്പൊ പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും എങ്ങനെയും കുറച്ച് പണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിൽ അവർക്ക് വീട് വെക്കാനോ മറ്റൊക്കെ സൗകര്യമാണ്. പോട്ടെ, ഞാനത് ശരിയാണെന്നല്ല പറയുന്നത്. സാഹചര്യം അങ്ങനെ ആയി. നമ്മൾ ഒരാൾ മാത്രം മാറി നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ ആയിട്ടുണ്ട്. എന്നാൽ ആ വീടിന്റെ തൊട്ട് അടുത്ത് പാർക്കുന്ന വലിയൊരു സമ്പന്നനുണ്ട്, അയാളെ മകളെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. 200 പവൻ കൊടുക്കാനാ തീരുമാനം. 200 പവൻ, 5000 ആളുകളുടെ കല്യാണമാണ്. ഇനി ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ലൈറ്റ് അറേഞ്ച്മെന്റുകളും മറ്റും. ആ പെൺകുട്ടിയുടെ കൂടെ 1 മുതൽ പഠിച്ച കുട്ടിയാണ്, അപ്പുറത്തെ വീട്ടിൽ മറ്റേ കുട്ടിയും. അതിന്റെ കല്യാണം തീരുമാനിച്ചു. ഇയാള് 200 പവൻ റെഡിയാണ്, പ്രശ്നമല്ല. എന്ത് ഇഷ്ടം പോലെ പണാണ്, അപ്പുറത്തൊന്നുമില്ല, ഒരു മിനുങ്ങ് പോലും ഇല്ല. എന്നാ ഇയാള് ശരിക്ക് ഒരു മുസ്ലിം, ഇയാൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം? ഒരു 20 പവന്റെ പണ്ടം. ഇയാൾ 200 പവൻ കൊടുക്കല്ലേ? ഒരു 20 പവന്റെ പണ്ടം പോട്ടെ, ഒരു 10 പവന്റെ പണ്ടം വാങ്ങിയിട്ട് മറ്റേ ആളെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് പറയണം, ഇനി പണ്ടത്തിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടണ്ട. അയാളൊരു 10 പവൻ കൊടുക്കാനാ കരുതിയിട്ടില്ല. ആ 10 പവന് കൊണ്ടു കൊടുത്താൽ ഇയാൾ സഹോദര, ഇയാൾ മതിലിന് ചെലവഴിക്കുന്ന പണം വേണ്ട, മതിലിനടിച്ച പെയിന്റിന്റെ പൈസ വേണ്ടിയിരുന്നു പോരെ. ഇയാൾ ഉപയോഗിക്കുന്ന കാർ എത്ര രൂപ വില വരുന്നതാണ്? ഒരു 10 പവൻ പണ്ടത്തിന് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈവല്ല. അയാളൊരു 10 പവന്റെ പണ്ടം കൊണ്ടു കൊടുത്താൽ സഹോദര, ആ പാവപ്പെട്ട സഹോദരനും അയാളെ ഭാര്യയും ആ പെൺകുട്ടിയും സഹോദരൻ അവരൊക്കെ സന്തോഷത്തിലായിരിക്കും. ആ സന്തോഷം ഓരൊക്കെ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാണ് ദ്വാരക്കും പഠിച്ചോനെ അയാൾക്ക് ഇനി മുതൽ കൊടുക്കും.
അയാളെ കൊടുക്കല്ലേ. വബിദഅവത്തിൽ ഫുഖറാ എന്ന് പറഞ്ഞാൽ ഇതാ ഓനാണ് ദുആർക്കും. ഇതാണ് പിശാചിന് ഇഷ്ടം. ആ സമ്പന്നരത്തിൽ നിന്ന് ചിലപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ പാവപ്പെട്ടവന്റെ ദുആ കാരണം പടച്ചവൻ അയാളെ നന്നാക്കണം, കഴിച്ചിലാവുന്നതാണ്. അതായത് സമ്പന്നർക്ക് തെറ്റ് ചെയ്യാന്നല്ല, പക്ഷെ സംഭവിച്ചത് ആണ് ഇല്ലാതാകാൻ രക്ഷപ്പെടാനുള്ള വഴികളാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മാനുഷികമായ പരിഗണനയും നൽകണ്ടേ. എന്നോട് ഒരു സഹോദരൻ കല്യാണം പറഞ്ഞു, ഒരു വലിയ മുതലാളി, സ്ഥലം ഞാൻ പറയുന്നില്ല. അയാൾ 200 പവനാ കൊടുക്കുന്നു. എന്നോട് ചോദിച്ചു എന്തെങ്കിലും വസിയത്ത് ചെയ്യാണ്ടോന്ന് ചോദിച്ചു. എനിക്ക് നല്ലൊരു അവസരം കിട്ടിയത് വസിയത്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു 200 പവൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പൈസ തന്നത് കൊണ്ട് നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ 200 രൂപ കൊടുക്കണം. എന്നാൽ ഒരു 10 പവൻ പോലും കൊടുക്കാൻ കഴിയാതെ സാമ്പത്തികം മാത്രം തടസ്സമായി 4 ചുമരുകൾക്കുള്ളിൽ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ചില കുട്ടികൾ കല്യാണം ശരിയാകാതെ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുട്ടി പുതിയെണ്ണിറങ്ങുമ്പോ, ഒരു വധുവായിട്ട് ഇറങ്ങുമ്പോ അതേ വികാരമുള്ള നിങ്ങളെ കുടുംബത്തിലെ വേറെ കുട്ടിനെയും കൂടി നിങ്ങൾ ഇറക്കണം എന്നാണ്. ഇയാൾ എന്റെ മുന്നിൽ നിന്നാണ് കരഞ്ഞു. ഉണ്ടാവും, അതുകൊണ്ടാണ് കരച്ചിൽ വരാൻ കാരണം. ഭയങ്കര കരച്ചിൽ. അയാൾ വല്ലാതെ കരഞ്ഞുണ്ട് മുന്നിൽ. അത് ചില കാര്യങ്ങളാണ് കേൾക്കുമ്പോൾ. അപ്പൊ എനിക്കും കരച്ചിൽ വന്നു സത്യത്തിൽ. അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുന്നു. ആ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞതുകൊണ്ടായിരിക്കും അയാൾ കരഞ്ഞത്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ഒരു സ്വഹാബി നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ പിതാവിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, വല്ലാതെ സമ്പത്തിനോട് ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞു. അത് വേണം ഇത് വേണം. റസൂൽ ഉടനെ തന്നെ വിളിപ്പിച്ചു, പിതാവിനെ വിളിപ്പിച്ചു. നിങ്ങളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ ആ തഫ്സീൽ ഇങ്ങനെ വായിച്ചാണ്ടല്ലോ നമുക്കെന്നെ കരച്ചിൽ വരും. ഈ പിതാവ് പറയാണ്, നബിയെ എനിക്ക് ഒരു കാലത്ത് ഞാൻ ഖവിയായിരുന്നു, ആ സമയത്ത് ഇവൻ ലഈഫായിരുന്നു. അതായത് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്ന് ഇവൻ ആരോഗ്യം ഉണ്ടായിരുന്നു, അവൻ കുട്ടിയായിരുന്നു. അന്ന് നബിയെ ഞാൻ ഗനിയായിരുന്നു, അതായത് നല്ല സമ്പന്നനായിരുന്നു. അന്ന് എന്റെ മകൻ ഫഖീറായിരുന്നു. ഇവന് വേണ്ടത് മുഴുവനും നബിയെ ഞാൻ അന്ന് ചെയ്തു കൊടുത്തു. എന്റെ ഈ മകന് വേണ്ട എല്ലാ സാമ്പത്തികമായ സഹായം ഞാൻ ചെയ്തു കൊടുത്തു. നബിയെ ഇന്ന് ഞാൻ ലഈഫാണ്, ദുർബലനാണ്, പ്രായമായി. ഇവൻ ഖവിയാണ്, ഇവന് നല്ല ആരോഗ്യം. ഇന്ന് ഞാൻ ഫഖീറാണ് നബിയെ, എന്റെ മകൻ ഗനിയാണ്. അന്ന് ഞാൻ അവരെ നല്ലോണം സഹായിച്ചു. ഇന്ന് ഭക്ഷണവും കാര്യവും ഞാൻ ചോദിക്കുമ്പോ എന്റെ മകൻ ഈ രൂപത്തിലാണ് പറയുന്നത്. നബിയാണ് കരഞ്ഞു. അള്ളാന്റെ തിരുവർ പൊട്ടിയാണ് കരഞ്ഞത് കേട്ടത്. അപ്പൊ ഇവർ മകൻ അത്ഭുതം. ഇത്ര കരയണോ? റസൂൽ പറഞ്ഞെന്താ അറിയോ? നിന്റെ ഈ പിതാവ് പറഞ്ഞ ഈ വാക്കുകൾ കേട്ട ഈ പരിസരത്തെ കല്ലുകൾ കരയുന്നുണ്ടെന്ന്. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ നീയും നിന്റെ മുതലും ഈ വാപ്പാക്കുള്ളതാണെന്ന് പറഞ്ഞു. നീ മാത്രല്ല, അല്ല മുതല് മാത്രല്ല, നീയും നിന്റെ സമ്പത്ത് നിന്റെ പിതാവിനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു എന്നാണ്. മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകളെ പറ്റി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ചില ഭാഗങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ, ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹു തആല ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ വലീദിന്റെ സ്വഭാവമാണ് പിശുക്ക് കാണിക്കുക. നമുക്കൊരിക്കലും ഉണ്ടാകരുത്. എന്താ കാരണം? നമ്മൾ ചെലവഴിക്കുന്നത് മാത്രമാണ് സഹോദരങ്ങൾ. നമ്മൾ ചെലവഴിക്കുന്നത് മാത്രമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ വാപ്പ ചെലവഴിക്കുന്നത് മക്കൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും, മക്കൾ ചെലവഴിക്കുന്നത് വാപ്പ തണിയാൻ ശ്രമിക്കും. ഇതൊക്കെ നമുക്ക് അനുഭവമാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ പിരിവ് പറഞ്ഞു. ജനബോഡിയിൽ പറയണം, ആളുകളെല്ലാവരും ഉണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ ഓരോ സംഖ്യ ഇവിടെ തന്നെ എഴുതുക എന്ന് പറഞ്ഞപ്പോ 10 മക്കളുള്ള വലിയൊരു മുതലാളി അവിടെ ഉണ്ട്. ആ 10 മക്കളും ബടാ മുതലാളിമാരാണ്. ഓലൊക്കെ ലക്ഷങ്ങൾ എഴുതിക്കാൻ വകുപ്പുള്ള ആൾക്കാരാണ്. ഓരോ വാപ്പ കാര്യപ്പെട്ട ആളുമാണ്. അയാള് ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു 10,000. അയാള് 10,000 ഒന്നുമല്ല, പക്ഷെ അയാൾ ആദ്യം വേഗം 10,000. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളുകളെ കയ്യിൽ താഴെക്കള്ള ചിന്തിക്കുക. അതോടുകൂടെ ഓല പിരിവ് തൂറ്റിപ്പോയി, അത് വിജയിച്ചില്ല. ഞാൻ ഇല്ലാതെ സങ്കടം എന്താ അറിയാം? പരിപാടിയൊക്കെ പിരിച്ചുട്ടിന്റെ ശേഷം ഇയാൾ സെക്രട്ടറിനോട് പറഞ്ഞു, നമ്മളെ 10 കുട്ടികളെ പേരിൽ അങ്ങനെ ഈച്ചണ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ 10,000. അപ്പൊ നോക്കി അയാളെ കഥ. ഓരോരുത്തരും ലക്ഷങ്ങൾ കൊടുക്കാൻ വകുപ്പുണ്ട്. ഇയാള് ആ 10,000 നിന്നിക്കണമെങ്കിൽ അതും വലിയ ലാഭമായിരുന്നു. അതുമില്ല, ഇയാൾ ആനക്കള്ളനാണ്. ഇയാള് തന്റെ 10 മക്കളുടെ പേരിലാണ് ആ 10,000 ഏൽപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ പേരിൽ 1000 ഉണ്ടാന്നൂടെ. വേറെ ചില വളവന്മാരുണ്ട്.
എന്റെ അനുഭവത്തിൽ ഞാനൊരു ശാസ്ത്രത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരാള് എന്നിട്ട് പറഞ്ഞു 10,000 എന്നാണ്. അയാൾ അതിന് മാത്രം വകുപ്പൊന്നും ഇല്ലാത്ത ആളാണ്. അതിലെല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. ഈ സംഭവം നടന്നിട്ട് ഇപ്പോടെ 11 കൊല്ലായി, ഇതുവരെ ആ 10,000 കിട്ടിയിട്ടില്ല. ആദ്യം എഴുതിയ ആള്. അതിനെപ്പറ്റി ജനറൽ സെക്രട്ടറി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ തരാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനാണ് പറഞ്ഞാലേ ബാക്കിയുള്ള എഴുത്തുള്ളൂ എന്ന് എഴുതി പറഞ്ഞതാണ്. അത് വേറെ ഐഡിയ. ആളുകൾ പല കോലുള്ള ഏതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പറയുന്നു. വാക്ക് പാലിക്കാൻ ഞാൻ പ്രശ്നമല്ലേ, അത് വേറെ കാര്യം. എന്തായിരുന്നാലും സഹോദര, പറഞ്ഞു വരുന്നത് നമ്മൾ ചെലവഴിക്കുന്നത് മാത്രമാണ് നമുക്കുള്ളത്. വലീദിനെ പറ്റി അള്ളാഹു പറയുന്നു, നന്മക്ക് തടസ്സം നിൽക്കുന്നവൻ, അതല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്നവൻ, അവന് താങ്കൾ നബിയെ അവർക്ക് വഴിപ്പെടരുത്. മുഅ്തദിൻ, അതിരുവിട്ട് പ്രവർത്തനം ചെയ്യുന്നവനെയും വഴിപ്പെടരുത്. അസീം, മഹാപാപം ചെയ്യുന്നവനും താങ്കൾ ഒരിക്കലും വഴിപ്പെടരുത്. ഇതൊക്കെ അവന്റെ സ്വഭാവ. അവസാനം അള്ളാഹു പറയുന്നു, മഹാക്രൂരനായവനെ പിന്തുടരരുത്. മഹാക്രൂരത കാണിക്കാൻ, ക്രൂരതക്കൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല വീണ്ടും പറയുന്നു, അതിനൊക്കെ പുറമെ അവൻ ജാരസന്താനവുമാണ്, അവനെ പിന്തുടരാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ വലീദ് ബിൻ മുഗീറ പോയിട്ട് ഉമ്മാനോട് ചോദിച്ചു, നമുക്ക് പല്ലേ ജാരസന്താനം എന്ന് പറഞ്ഞല്ലേ ചോദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സാധാരണ ജാരസന്താനങ്ങൾ എന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നതാണ്. ജാരസന്താനായി എന്നുള്ളത് ഓന്റെ കുറ്റല്ല. നല്ല ആളുകളും ആ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ അതൊരു പോരായ്മ തന്നെയാണ്. അവരിൽ നിന്ന് മിക്കവാറും ഉണ്ടാവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവ എത്ര കാര്യങ്ങൾ വലീദിന്റെ സ്വഭാവം പറഞ്ഞു. ആദ്യം അല്ലാഹു പറഞ്ഞ എന്താ? അമിതമായി സത്യം ചെയ്യും അവൻ, നീചനാണവൻ, കുത്തുവാക്ക് പറയുന്നവനാണ്, നമീമത്ത് പറയുന്നവനാണ്, നന്മക്ക് തടസ്സം നിൽക്കുന്നവനാണ്, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവനാണ്, മഹാപാപം ചെയ്യുന്നവനാണ്, ക്രൂരനാണവൻ. അതിന്റെയൊക്കെ പുറമെ അവൻ ജാരസന്താനമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താ അവന് ഈ ഒരു നിലപാടുണ്ടാകാൻ കാരണം? അവനിക്ക് സ്വത്തും സന്താനങ്ങളും ഉണ്ടായതിനാലാണ്. ഒരുപാട് സമ്പത്ത്, 10 മക്കളുണ്ടായിരുന്നു. അതിൽ 3 മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. വലീദ് ബിൻ മുഗീറയുടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അടക്കം 3 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. 7 മക്കൾ അവന്റെ കൂടെ നിന്നുവെന്ന് ചരിത്രം പറയുന്നു. സമ്പത്തും സന്താനങ്ങളും ഉണ്ടായതിനാലാണ് അവൻ ആ നിലപാട് സ്വീകരിച്ചത്. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. നമ്മുടെ വചനങ്ങൾ അവന്റെ മേലിൽ ഓതി കേൾപ്പിച്ചാൽ ഖാല, അവൻ പറയും, അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവീകരുടെ പടങ്കഥയാകുന്നു, കെട്ടുകഥയാകുന്നു. ഇതിലൊന്നും വലിയ അർത്ഥമില്ല. അത് സമൂഹത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ, ലൂത്ത് നബിയുടെ ജനതയ്ക്ക് വന്ന സംഭവം പറഞ്ഞു കൊടുക്കുമ്പോ, ശുഐബ് നബിയുടെ ജനതയ്ക്ക് ലഭിച്ച ശിക്ഷയെ പറ്റി പറയുമ്പോ, ഇതൊക്കെ പൂർവീകരുടെ കെട്ടുകഥകളാണ്, ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള രൂപത്തിൽ വലീദ് സംസാരിക്കുമായിരുന്നു. അവസാനം അല്ലാഹു പറയാണ്, സനസിമുഹു അലൽ ഖുർതൂം, അവന്റെ തുമ്പിക്കൈക്ക് നാം അടയാളം വെക്കുക തന്നെ ചെയ്യും. തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ മൂക്കാണ് ഉദ്ദേശം. കളിയാക്കി പറഞ്ഞതാണ്. മൂക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, മുഖം ഒന്നായിട്ടാണ് ഉദ്ദേശം. മാത്രമല്ല ഇതൊരു പ്രവചനം കൂടിയാണ്. ബദറിന്റെ പടക്കളത്തിൽ അവന്റെ മൂക്കിന് തന്നെ പരിക്ക് പറ്റിയെന്ന്. അത് അല്ലാഹു തആല പറഞ്ഞതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവന്റെ കൂടെ വല്ലാതെ കളിച്ചാളാണ് അബൂജഹൽ. നബിന്റെ നിസ്കാരം തടയലായിരുന്നു അവന്റെ വലിയ ഹോബി. അന്ന് അല്ലാഹു പറഞ്ഞെന്താ? അവൻ ആ പണി നിർത്തുന്നില്ലെങ്കിൽ ഞാൻ അവന്റെ കുടുംബ പിടിച്ചു വരിക്കുന്നതാണെന്നാണ്. അബൂജഹല് നബിയുടെ നിസ്കാരം തടയുന്ന പ്രവർത്തനം അത് നിർത്തിവെക്കുന്നില്ലെങ്കിൽ അവന്റെ കുടുംബ പിടിച്ചു നാം വരിക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്യുന്ന, കള്ളം പറയുന്ന കുടുംബയുടെ ഉടമ എന്നാണ്. വലിക്കുക തന്നെ ചെയ്യും. അത് 2 നിലക്കാണ് ആ വലി. ഒന്ന് ദുന്യാവുന്നൊരു വലി ഉണ്ടാവും, പരലോകത്തുനിന്ന് വേറെ വലി ഉണ്ടാവും. ദുന്യാവിലെ വലി വന്നത് എവിടെ നിന്നാണ്? ബദറിലാണ്. അബൂജഹലിന്റെ തല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെട്ടിയെടുത്തിട്ട് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ദുന്യാവിൽ വലിച്ചു. ആഖിറത്തിൽ പരലോകത്ത് സബാനിയാക്കളായ മലക്കുകൾ എറിയുന്നതാണ്. ഇവിടെ പറയുന്നതോ സനസിമുഹു അലൽ ഖുർതൂം, അവന്റെ തുമ്പിക്കൈക്ക് അടയാളം വെക്കും. അള്ളാഹു പറഞ്ഞില്ലേ, അബൂജഹലിന്റെ വലങ്കയ്യാണല്ലോ. അബൂജഹലും വലീദും ഉള്ള എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത്. വലീദിനും ഇതൊരു പ്രവചനാണ്. അവനും ബദർ യുദ്ധത്തിൽ മൂക്കിന് പരിക്ക് പറ്റി. ഇനി നാളെ പരലോകത്ത് അവന് വരുമ്പോ വേറെ കാണാൻ കഴിയും. അവന്റെ മുഖമാകെ വികൃതമാകും.
മൂക്ക് എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു അവയവമായതുകൊണ്ട് പറയാണ്. സഹോദര, ശരീരം മൊത്തമാണ് അതിന്റെ ഉദ്ദേശം. നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ കോലം വേറെ കാണാൻ കഴിയും, തെറ്റിതിരുത്താൻ കഴിയോ? അദ്ദേഹത്തിന്റെ മകനായ ഖാലിദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ വലീദ് റസൂലുള്ളാഹിനെ വല്ലാതെ ശല്യം ചെയ്ത, ഖുർആനിനെ പരിഹസിച്ച സത്യത്തിന്റെ ശത്രുവിനെ അല്ലാഹു തആല കൃത്യമായിട്ട് പാഠം പഠിപ്പിക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി പറയാൻ പോകുന്നത് വലിയൊരു ചരിത്രമാണ്. അതായത് ഒരു തോട്ടക്കാരുടെ കഥയാണ് അല്ലാഹു തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു വാപ്പ, ഒരു സ്വാലിഹായ ധർമ്മിഷ്ഠനായ ഒരു പിതാവ്, എന്നാൽ അതിൽ താല്പര്യമില്ലാത്ത മക്കൾ. വാപ്പ മരിച്ചന്ന് മക്കൾ യോഗം ചേരലും ചില തീരുമാനങ്ങൾ എടുക്കലും അല്ലാഹു തആല അവർക്ക് കൊടുത്തത് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖലമിൽ ആ പറയുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലെ ബക്കറ്റ് പിരിവ് 580 രൂപയാണ്. ഇപ്പൊ സ്ഥിരമായിട്ടില്ലാത്തൊരു പരിപാടിയാണ് പറയല്, നല്ലതാണ്. ഒന്ന് 550 ഉള്ളൂ എന്ന് അറിയിക്കാം. 580 ഇതൊക്കെ പോവില്ലേ? ഗൾഫ് പോവോ? സാറല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ സമ്പാദിക്കുക. നമ്മൾ ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞുവല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കൊടുക്കുന്നതും നമ്മുടെ ക്ലാസ്സിലേക്ക് ചായ നൽകുന്നത് കാര്യങ്ങൾ, അതിനൊക്കെ ചെലവ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ കൂലി നൽകുമാറാവട്ടെ. മാസാന്ത സ്വലാത്തും മജ്‌ലിസുൻ നൂറും ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം മദ്രസയിൽ വെച്ച് നടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും മാഫാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. ആ
ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകൾ ഞങ്ങൾക്ക് നീ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനെ സഹായിക്കുന്നവർ നീ സഹായിക്കണേ റഹ്മാനെ. ഇതിലേക്ക് ചായക്ക് ചെലവ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സംഭാവനകൾ നൽകുന്നവർ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഈ വരവ് സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിലുള്ളവരുടെ ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. ക്ലാസ് റൂം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ അവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടും അവർക്ക് നൽകല്ല റഹ്മാനെ. എല്ലാ ദുരന്തങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. റാഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാനെ. പ്രായം ചെന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർക്ക് സന്താനങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പുറത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രയാസപ്പെടുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. മക്കയിലും മദീനയിലും അടക്കം സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾ അവർക്കൊക്കെ രക്ഷ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ എല്ലാ മതസ്ഥരും വിവിധ മതവിശ്വാസികൾ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഈ അവസ്ഥ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. നാളെ പരലോകത്തെ അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി